എന്നാലും പെങ്ങളൂട്ടിക്ക് ഗതി വന്നല്ലോ. എന്തൊക്കെയായിരുന്നു ഭാവി വാഗ്ദാനം, നാടൻ പാട്ട്, ഒലക്കയുടെ മൂട്. ഇപ്പൊ എന്ത് വേണം? പെങ്ങളൂട്ടിയെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന തീരുമാനം KPCCയിൽ നിന്ന് പുറത്തേക്ക് വന്നുടനെ മനോരമയിലൂടെ തന്നെ കോൺഗ്രസുകാർ പറയുന്ന കേട്ടെ. രമ്യ ഹരിദാസിനെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നേതാക്കളുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം. രമ്യയെ കെട്ടിയിറക്കിയാൽ സഹകരിക്കില്ലെന്ന് ജില്ലയിലെ ദളിത് കോൺഗ്രസ് നേതാക്കൾ KPCC പ്രസിഡന്റിനെ അറിയിച്ചു. തിരുവനന്തപുരത്തേക്ക് വരരുതെന്ന് രമ്യയോടും നേതാക്കൾ നേരിട്ട് പറഞ്ഞു. തീരുമാനം എടുത്തിട്ടില്ല എന്ന് സണ്ണി ജോസഫും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാൻ ആകുമോ എന്ന് രമ്യ ഹരിദാസും എതിർപ്പുമായി എത്തിയ നേതാക്കളോട് പ്രതികരിച്ചു. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഒരു പെങ്ങളൂട്ടിയുടെ അവസ്ഥ നോക്കണേ. നേരത്തെ ആലത്തൂരിൽ നിന്ന് ഒരു തവണ ജയിച്ചതിന് ശേഷം ചില്ലറ പൊടിപ്പല്ല പൊടിച്ചത്. അതിനെന്ത് വേണം? രണ്ടാം തവണ ജനം രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു കൊടുത്ത് ആലത്തൂരിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോ എന്ത് ചെയ്യും? കോൺഗ്രസ് നേതാക്കന്മാരുടെ കണ്ണിലുണ്ണി ആയതുകൊണ്ട് വെറുതെ നിർത്താൻ പറ്റില്ലല്ലോ. ഉടനടി എന്ത് ചെയ്തു? നേരെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് മാസ് എൻട്രി കൊടുത്തു. എന്ത് വേണം? അവിടെയും ജനം പറഞ്ഞു ടാറ്റ ബൈ ബൈ ഓക്കെ സി യു. അപ്പോൾ അവിടെ നിന്ന് ഇനി തൃശ്ശൂരിലൊന്നും നിന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. നേതാക്കന്മാരുമായിട്ടും ഇക്കയായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ഞാൻ നേരെ തലസ്ഥാനത്ത് വെച്ച് പിടിക്കാം, അവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണ് തലസ്ഥാനത്തേക്ക് വരാൻ വേണ്ടി പെട്ടി കെട്ടി ഇറങ്ങിയ സന്ദർഭത്തിൽ കോൺഗ്രസ്സുകാർ മനോരമക്കാരെ വിളിച്ചിട്ട് പറയാണ്, അതിനെങ്ങാനും ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇവിടെ മൊത്തം അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കും. എന്ത് വേണം? കോൺഗ്രസിനുള്ളിലെ ജനപിന്തുണ നോക്കണേ, അല്ലെങ്കിൽ സ്വീകാര്യത നോക്കണേ. ഈ വ്യക്തിയാണ് നാട് നീളെ നടന്ന് നാടൻ പാട്ടും പരിഹാസവും ഇതൊക്കെ നടത്തുന്നത്. ആദ്യം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പെങ്ങളൂട്ടിമാരോടൊക്കെ ഉപദേശിക്കാനുള്ളത് സ്വന്തം പാർട്ടിക്കാർക്കെങ്കിലും ഒന്ന് സ്വീകാര്യരാകുകയാണ് വേണ്ടത്. അതിനുശേഷം വേണം നാട്ടുകാർക്ക്. പാർട്ടിക്കാർ തന്നെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ഗതികേടിലേക്ക് ഒരു നേതാവ് എത്തിയെങ്കിൽ, ഒരു MP എത്തിയെങ്കിൽ, ഈ പാട്ടൊക്കെ പാടിയത് കേട്ട് കേട്ട് ജനമല്ല കോൺഗ്രസ്സുകാർ തന്നെ വെറുത്തു എന്നതിൻ്റെ തെളിവാണ് ഈ വാർത്തയെന്ന് പറയാതിരിക്കാൻ തരമില്ല.